പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 3 മണി സമയം ഈശോയെ നിന്റെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി നിന്റെ കരങ്ങളിലേക്ക് നൽകുന്നു. ഈശോയെ വിശുദ്ധ ഫൗസ്റ്റിനായിലൂടെ അങ്ങ് വെളിപ്പെടുത്തിയ ദൈവകരുണയുടെ വലിയ രഹസ്യങ്ങളും മുഴുവനും പൂർണ്ണമായി മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ നിന്റെ മുമ്പിലേക്ക് കാഴ്ചയായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ആഗ്രഹിക്കുന്നത് പോലെ നീ നൽകുന്ന വലിയ സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാറ്റിനും ഉപരിയായി നിത്യജീവൻ ഞങ്ങൾക്ക് ലഭിക്കുവാൻ നിന്റെ കരുണയിൽ ആശ്രയിക്കുവാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഈശോയെ, പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ നിന്നെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ നിമിഷം ഞങ്ങളായിരിക്കുന്നു. ഈ 1 മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ സ്നേഹമുള്ളവരെ, 103 സങ്കീർത്തനം അതിൻ്റെ 8 തിരുവചനം പ്രകാരം പറയുന്നു: കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവിൻ്റെ ആ ഒരു വലിയ സ്നേഹവും കാരുണ്യവും കരുതലും എല്ലാം പൂർണ്ണമായി മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച സങ്കീർത്തകൻ വെളിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് എന്ന്. ഇസ്രായേൽ ജനതയുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ അവർക്കെപ്പോഴും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവം എപ്രകാരമാണ് അവരോട് കരുണ കാണിച്ചത് എന്ന്. അതേസമയത്ത് ദൈവത്തിൻ്റെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഇത്രമാത്രം കരുണ കാണിച്ചിട്ടും ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് അകന്നു പോയി, ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കാതെ കരുണയിൽ നിന്ന് അകന്നു ജീവിച്ച ഇസ്രായേൽ ജനതയെ കാണാൻ പറ്റും. വീണ്ടും തൻ്റെ ആ ഒരു വലിയ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കുന്ന ദൈവത്തെ നമുക്ക് വീണ്ടും വചനത്തിൽ കാണാൻ പറ്റും. പ്രവാചകന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയൊക്കെ രാജാക്കന്മാരിലൂടെയൊക്കെ ദൈവം അരുളി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എൻ്റെ ആ ഒരു സ്നേഹത്തിലേക്ക്, എൻ്റെ കരുണയിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. കാലാകാലങ്ങളായി വചനത്തിലൂടെ അല്ലെങ്കിൽ വ്യക്തികളിലൂടെ ഓരോ സംഭവങ്ങളിലൂടെയൊക്കെ ദൈവം മനുഷ്യവംശത്തെ പറഞ്ഞു പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വരിക. ദൈവവാക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. നിയമാവർത്തന പുസ്തകം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനം ഇപ്രകാരം പറഞ്ഞു: അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. ദൈവത്തിൻ്റെ ഒരു സവിശേഷത വീണ്ടും അവിടെ എടുത്തു പറയുകയാണ്: തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. അതിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്വഭാവം എന്ന് പറയുന്നത് മനുഷ്യൻ എന്തുമാത്രം സന്തോഷത്തോടുകൂടെ വിശുദ്ധിയോടുകൂടെ സമാധാനത്തിൽ ജീവിക്കണമെന്നുള്ളതാണ്.
ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം ജെറമ്യാ പ്രവാചകനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് ഒരു കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. ജെറമ്യാ പ്രവാചകന് കൊടുക്കുന്ന ഒരു വലിയ ടാസ്ക്കാണ്. അവനെ ഒരു കാര്യം പ്രവാചകൻ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. എഴുന്നേറ്റ് കുശവന്റെ ഭവനത്തിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. അങ്ങനെ കുശവന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുശവൻ കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്നതാണ് കാണുക. അപ്പോൾ ദൈവം എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ദൈവം ജെറമ്യായോട് വീണ്ടും പറയുകയാണ്, കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അത് തനിക്കിഷ്ടമുള്ള രൂപത്തിൽ അതിനെ മെനയും. ചിലപ്പോൾ ഉണ്ടാക്കുന്ന പാത്രങ്ങളുടെ ഷേപ്പ് പോകും, ചിലപ്പോൾ അത് കൊള്ളത്തില്ലാതെ വരും. അതുകൊണ്ട് ആ മണ്ണ് അവൻ ഉപേക്ഷിച്ച് കളയാതെ അതിനെ വേറൊരു രീതിയിൽ വീണ്ടും പരിശ്രമിച്ച് കുടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവൻ കാണുക. അപ്പോൾ കർത്താവ് പറയുന്ന കാര്യം, ഇസ്രായേൽ ഭവനമേ, ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇസ്രായേൽ ഭവനമേ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ. ഏതെങ്കിലും ഒരു ജനതയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യണമെന്നും തകർത്ത് നശിപ്പിക്കണമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിനാശത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. ദൈവം അനുതപിക്കും. അതായത് നമ്മൾ പാപവും അതുപോലെ തന്നെ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ്, തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ദൈവം അനുതപിക്കും എന്നുള്ള കാര്യം വചനം പഠിപ്പിക്കും. പ്രിയപ്പെട്ടവർ, ഇത് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഒരു വലിയ പ്രചോദനം തന്നെയാണ്. വീണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകളെയും വീഴ്ചകളെയും ഒക്കെ ഓർത്ത് പരിതപിച്ചുകൊണ്ട് വീണ്ടും അതേ പാപത്തിലും അതേ തിന്മയുടെ അവസ്ഥകളിലും വ്യാപരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് വീണ്ടും തീക്ഷ്ണതയോടുകൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ പാപം ചെയ്യുവാനായിട്ട് നമ്മളെടുത്ത ആഗ്രഹത്തിൻ്റെ 10 ഇരട്ടി ആഗ്രഹത്തോടെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ തയ്യാറായ ദൈവം നമുക്കുണ്ട് എന്നുള്ളത് സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. പിതാവായ ദൈവത്തെ ഇത്ര മനോഹരമായിട്ട് ഈശോ വെളിപ്പെടുത്തി തരികയാണ്. അതായത് പുത്രനായ ദൈവം പിതാവായ ദൈവത്തെ എപ്രകാരമാണോ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുന്നത്, അതായത് ഇത്രമാത്രം സ്നേഹനിധിയായ പിതാവ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ മകൻ തിരിച്ചു വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ ഇതുപോലെ തയ്യാറായി അവൻ്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുന്ന അത്രയും കാരുണ്യവാനായ സ്നേഹനിധിയായ ഒരു പിതാവിനെ കാണിച്ചുകൊണ്ട് പറയുകയാണ്, നമ്മുടെ സ്വർഗീയ പിതാവ് ഇതുപോലെയാണ്. ഇതുപോലെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് മകനെ മകളെ, നീ മടിക്കാതെ അല്ലെങ്കിൽ നിന്റെ ജീവിത തെറ്റിദ്ധാരണകളിൽ നിന്ന് വീണുപോകാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരിക. പ്രിയപ്പെട്ടവർ, ഇപ്രകാരം നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു വലിയ ഉയർച്ചകളുണ്ടാകും. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 14-ാമത്തെ തിരുവചനം പറയുന്നു, മറ്റുള്ളവർ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുമായിരിക്കും എന്നല്ല, ക്ഷമിക്കും. അത് വലിയ ഉറപ്പ് നൽകി. അതായത് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. അത് തന്നെയാണ് നമ്മൾ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് എന്നുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മളോട് ഇത്രമാത്രം കരുണ കാണിക്കുന്ന ദൈവം നമുക്കുണ്ട് എന്നുള്ളൊരു വലിയ ബോധ്യമാണ്. ഈ ഒരു ബോധ്യത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തിൽ ആഴത്തിൽ ശരണപ്പെടുവാനും ദൈവത്തിലേക്ക് തിരിച്ചു വരാനും നമുക്ക് സാധിക്കത്തുള്ളൂ. ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള കാര്യം ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവവചനം. ഇന്ന് കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ആഴമായ ബോധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ സ്നേഹവും കരുതലും കരുണയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാതെ ഞങ്ങൾ അചഞ്ചലമായ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന നിന്റെ സ്നേഹത്തിലേക്ക്, കരുണയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ആനയിക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും
കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയെ, നിന്റെ കരുണയും സ്നേഹവും കരുതലുമൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു മേഖലയാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ. ഞങ്ങൾ ജീവിത പങ്കാളിയുടെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ നിന്റെ വലിയ സ്നേഹവും കരുണയും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ 10 ഇരട്ടി സ്നേഹത്തോടെ തിരിച്ചു വരാനും, നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നിൽ അഭയം പ്രാപിച്ച് കർത്താവ് ഞാനങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവ് നിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ, നിന്റെ കാരുണ്യത്തിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങളെ സമർപ്പിക്കുന്നു. ഒത്തിരിയേറെ പ്രബന്ധങ്ങളിലും അബദ്ധ സിദ്ധാന്തങ്ങളിലുമൊക്കെ വീണുപോയി കർത്താവ് നിന്നിൽ അകന്നുപോയ ഒത്തിരിയേറെ മക്കളുണ്ട്. ലഹരിക്കും മറ്റ് ദുശ്ശീലങ്ങൾക്കൊക്കെ അടിമപ്പെട്ടു പോയി കർത്താവ് നിന്റെ സ്നേഹത്തിൽ നിന്നും കരുതലിൽ നിന്നും നിന്റെ കൽപ്പനകളിൽ നിന്നൊക്കെ വഴിതെറ്റിപ്പോയിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. മക്കളെ എല്ലാം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. സോ ഞങ്ങൾ കുഞ്ഞുമക്കളെയും അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തെയും ആകുലതകളെയും ഭാവി ജീവിതങ്ങളെയെല്ലാം പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഒത്തിരിയേറെ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. വിവാഹ ജീവിതത്തിൽ തടസ്സങ്ങളുള്ളവർ, വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ വേദനിക്കുന്ന ഒത്തിരിയേറെ കുടുംബങ്ങൾ, അവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കർത്താവേ നിന്റെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിൽ ഉയരുമ്പോൾ നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കും. കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, നിന്റെ കരുണയിൽ ഞങ്ങൾ ശരണം വയ്ക്കുന്നു. ആ ഒരു പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.